ട്രിപ്പിൾ ഓം ശാന്തി. കോടീശ്വരൻ എങ്ങനെ കോടീശ്വരനാവും? രണ്ടറ്റത്തില് കോടീശ്വരനാവണ്ട. ഒന്നുമില്ലാത്തവൻ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്ത ഒരാൾ കോടീശ്വരനാവുന്നുണ്ട്. ഇനി അതല്ല, കോടീശ്വരനായിട്ട് ജനിച്ച് പിന്നെ സാമ്പത്തികമായിട്ട് താഴ്ന്നു വന്ന് ദാരിദ്ര്യത്തിലെത്തി പിന്നെ കിട്ടിയ അറിവിന്റെ ആധാരത്തിലും പഠിച്ചതിന്റെ ആധാരത്തിലും വീണ്ടും എഫേർട്ട് എടുത്തിട്ട് കോടീശ്വരനാവുന്നത്. നോർമലി കോടീശ്വരന്മാരായിട്ട് ജനിക്കുന്ന, അതായത് ജനിച്ച അന്ന് മുതലേ കോടീശ്വരനാണ്, വീണ്ടും കോടീശ്വരനായിക്കൊണ്ടേയിരിക്കും. അവസാനം മരണത്തിലും കോടീശ്വരനായിട്ട് ഇരിക്കുന്ന, കോടീശ്വരനായിട്ട് തന്നെ മരണപ്പെടുന്ന ഒരവസ്ഥയിലുണ്ട്. അങ്ങനെ 3 കാറ്റഗറി തന്നെ കോടീശ്വരന്മാർ തീരുമാനിച്ചു. അതും കാറ്റഗറൈസ്ഡ്. അപ്പൊ ഞാന് ആരായാലും ഇവിടെ പണം ഉണ്ടാക്കുന്ന ഒരു വിദ്യ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ പറഞ്ഞു വെച്ചിട്ട് ആരും കോടീശ്വരന്മാരൊന്നും ആവില്ല. പണം ഉണ്ടാക്കുന്നു അതിലൂടെ. പല പല ക്രിപ്റ്റോ കറൻസി, അതുപോലെ ബിറ്റ് കോയിൻ, പല പല കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിലും മറ്റൊക്കെ അവൈലബിൾ. പക്ഷെ അതിന്റെയൊക്കെ പിന്നിൽ പല പല ചതികളുണ്ട്. ഇനിയിപ്പോ ലോട്ടറി എടുക്കാലോ, ലോട്ടറി എടുത്തിട്ട് വേണമെങ്കിൽ കോടീശ്വരനാവാൻ. അതിന്റെ പിന്നിലും ചതിയുണ്ട്. അപ്പൊ എന്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇന്ന് ഇതേപോലെ തന്നെ ലോട്ടറി എടുത്തിട്ട് കോടീശ്വരന്മാരായവരുണ്ട്. അതെല്ലാം അധ്വാനിച്ച് വന്ന് കോടീശ്വരന്മാരായവരുണ്ട്. നോർമലി കോടീശ്വരന്മാരായവര് തന്നെ വീണ്ടും കോടികൾ നിലനിർത്തുന്നവരുണ്ട്. അറിവ് എന്ന് പറഞ്ഞാല് ഇതേപോലെയാണ്. കോടീശ്വരൻ സാധാരണ നോർമലായിട്ടുള്ള കോടീശ്വരനായാലും ശരി, ഇനി കോടീശ്വരനായിട്ട് ജനിച്ചിട്ട് വീണ്ടും കോടീശ്വരനായാലും ശരി, സാമ്പത്തികമായിട്ട് നോർമൽ കോടീശ്വരനായിട്ട് സാമ്പത്തികമായിട്ട് താഴ്ന്ന് പിന്നെ കോടീശ്വരനായാലും ശരി, എല്ലാരും ചെയ്യുന്ന പ്രോസസ് ഒന്ന് തന്നെയാണ്. കണ്ടിന്യൂറ്റി. ഇപ്പൊ ഞാനൊരു വീഡിയോ ചെയ്യാൻ തുടങ്ങി, അപ്പൊ ഞാൻ ഇതിന്റെ കണ്ടിന്യൂറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പിന്നില് പല പല പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഇവനിത് ചെയ്യുന്നത് നിർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക്. ഞാൻ തുടങ്ങി വെച്ചത് ആർക്ക് എതിരെ അല്ല, ശരിക്കും അവരുടെ കൂടെ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അല്പസ്വല്പം കാര്യങ്ങൾ എതിർത്ത് പറയേണ്ടി വന്നു. അതിനിപ്പോ ഗവൺമെന്റിനെതിരായാലും ശരി, ഈ സ്ഥാപനങ്ങൾക്കെതിരായാലും ശരി, എന്തൊരു സംഭവത്തിന്റെയും കൂടെ പോയാൽ അതിനൊരു എതിർപ്പും ഉണ്ടാവും, അതിനൊരു അനുകൂലനവും ഉണ്ടാവും. അത് പറയുന്നുണ്ട്. കൂടുതൽ ഞെട്ടിപ്പിക്കുന്നില്ല. കണ്ടിന്യൂറ്റി ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. 10 ആള്, ഒരാള് കണ്ടാലും നോ പ്രോബ്ലം, ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയാനുള്ളത് കണ്ടിന്യൂറ്റി ഡെയിലി ചെയ്യുമ്പോഴേ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് വരും.